ഇസ്രയേൽ വീണ്ടും എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. മറ്റൊരു വിവരം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെ ഈ നീക്കത്തിൽ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫോർദോ ന്യൂക്ലിയർ കേന്ദ്രം പൂർണ്ണമായും തകർക്കപ്പെട്ടു ഈ B2 ബോംബറുകളുടെ ആക്രമണത്തിൽ, അമേരിക്കയുടെ നീക്കത്തിൽ എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. MG മിഥുൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, എങ്ങനെ ഈ ആക്രമണം നടന്നു എന്ന ചോദ്യമാണ്. കാരണം അമേരിക്കയുടെ പങ്കാളിത്തം കൂടി ഉണ്ടാകുമ്പോൾ കൂടുതൽ സൈനിക സഹകരണം ഉണ്ടായി, ഇറാനെതിരായ ശക്തമായ പ്രഹരശേഷി തിരിച്ചടിക്കുക, ഇതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ യുദ്ധതന്ത്രം എന്തായിരുന്നു? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സജിത്ത്, അതായത് തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം B2 ബോംബർ വിമാനം, ഒപ്പം തന്നെ GBU-57 ബോംബുകൾ, ആ ബോംബുകൾ ഉപയോഗിച്ചു മാത്രമേ ഇത്തരത്തിൽ ഫോർദോ പോലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെടാൻ സാധിക്കൂ. കാരണം അത്രത്തോളം ഭൂഗർഭ അറയിൽ ഇരിക്കുന്ന ഈ ആണവ കേന്ദ്രം, ഈ മലനിരകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രം തകർക്കണമെങ്കിൽ ഇത്രയും വലിയ ബോംബറുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അതിന് സാധ്യമാവുകയും ചെയ്യൂ. ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ കൈവശം മാത്രമേ ഇത്തരത്തിലുള്ള ബോംബുകൾ ഉള്ളൂ എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ കൈവശം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ തുടക്കം മുതൽ തന്നെ അമേരിക്കയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം, അല്ലെങ്കിൽ ഈ ബോംബ് സംവിധാനങ്ങൾ തങ്ങൾക്ക് നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനുകൂല മറുപടി ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നു. 2 ആഴ്ച കൂടി സമയം നൽകുന്നു ഇറാന്. ഒരുപക്ഷെ ആ സമയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാൻ ഒരുപക്ഷെ കീഴടങ്ങാൻ തയ്യാറായാൽ പിന്നീട് മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു നേരത്തെ വൈറ്റ് ഹൗസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മറിയുന്നത് നമ്മൾ കണ്ടത്. ഇറാനിലേക്ക് 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് ഫോർദോ ആണവ കേന്ദ്രം തന്നെയാണ്. അതായത് കോമോ മലയിടുക്കുകളിൽ ഏകദേശം ടെഹ്റാനിൽ നിന്ന് ഏകദേശം 96 കിലോമീറ്റർ അകലെയാണ് മലനിരകളുള്ള പ്രദേശത്താണ് ഈ ഒരു ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇത്രയും വലിയൊരു അറ്റാക്ക് യുഎസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഇതാണ് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ബോംബർ പോർവിമാനം, ഒപ്പം തന്നെ GBU-57 എന്ന ബോംബും ഇത് തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിൽ കൂടി നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഇത് US രൂപപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യകാലങ്ങളിലൊക്കെ തന്നെ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി, ഗൾഫ് കൺട്രീസിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു ആലോചന യുഎസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അന്ന് GBU സീരീസുകൾ ആദ്യം തുടക്കമിടുന്നു. ആദ്യം GBU സീരീസിൻ്റെ GBU-28 എന്ന മോഡലായിരുന്നു ആദ്യം വികസിപ്പിച്ചത്. ആദ്യം അത് കരാർ നൽകിയത് ബോയിങ്ങിനായിരുന്നു. ബോയിങ് അത് പിന്നീട് ടെക്സാസിലെ ഒരു കെമിക്കൽ കമ്പനിയുമായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ബോംബർ സംവിധാനം അത് രൂപകൽപ്പന ചെയ്യുകയും അത് പിന്നീട് അമേരിക്കയ്ക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഏകദേശം 2.5 മീറ്റർ മാത്രം താഴേക്ക് മാത്രം പോയി അത് തകർക്കപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ബോംബർ സംവിധാനം മാത്രമായിരുന്നു തുടക്കത്തിൽ അമേരിക്ക വികസിപ്പിക്കാനായത്. കാരണം അത്രത്തോളം കൂടുതൽ പ്രഹരശേഷിയൊന്നും തന്നെ ഇതിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അത്രയും കൂടുതൽ ചെലവ് വരുന്നൊരു സംവിധാനം എങ്കിൽ പോലും തന്നെ കൂടുതൽ ഏത് സ്ഥലത്തേക്കാണോ നമ്മളിത് തൊടുത്തുവിടുന്നത് അവിടെ എത്തുമ്പോൾ കൂടുതൽ ഹാനികരമാകുന്ന രീതി, അല്ലെങ്കിൽ അത്രത്തോളം തകർക്കപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ബോംബർ സംവിധാനം അല്ലായിരുന്നു ആദ്യം രൂപകൽപ്പന ചെയ്ത് അമേരിക്ക കൈമാറിയത്. പിന്നീട് അത് BLU-109 എന്ന രീതിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോംബർ സംവിധാനം എടുക്കുന്നു. അത് 20 ഫീറ്റ് വരെ, അതായത് ഏകദേശം 6 മീറ്റർ താഴ്ചയിലേക്ക് വരെ പോയി തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു ഉണ്ടായത്. പക്ഷേ അതും അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ആണവ നിലയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഗർഭ അറയിൽ ഉള്ള ഏതെങ്കിലും കേന്ദ്രങ്ങൾ തകർക്കണമെങ്കിലോ അതൊന്നും തന്നെ ഇത് പര്യാപ്തമാകാത്തതിനെ തുടർന്നാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ദൂരത്തേക്ക് പോയി കുഴിച്ചു പോയി അത് ഡ്രിൽ ചെയ്ത് പോയി ഈ കേന്ദ്രങ്ങൾ തകർക്കപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സംവിധാനം വേണമെന്നുള്ള ആവശ്യം യുഎസ് മുന്നോട്ട് വയ്ക്കുകയും അതിനനുസരിച്ചുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജിയാണ് പിന്നീട് GBU-57 എന്ന രീതിയിൽ പിന്നീട് വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത്. അതാണ് ഇതിൻ്റെ ഒരു ശേഷി എന്ന് പറയുന്നത് 30,000 പൗണ്ടാണ്. അതായത് ഏകദേശം 13,608 കിലോഗ്രാമാണ് ഈ ഒരു ബോംബിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം കൂടിയ ബോംബ് എന്ന ഒരു പ്രത്യേകതയും ഈ ഒരു ബോംബിനുണ്ട് എന്നുള്ളതാണ്, GBU-57 ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് വഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എയർക്രാഫ്റ്റും വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് B2 ബോംബർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ് രൂപകൽപ്പന ചെയ്യപ്പെടുകയും അതിൽ 2 പൈലറ്റുമാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരേ സമയം ഒരു
ബോംബ് മാത്രമായിരിക്കും GBU-57 മാത്രമായിരിക്കും ആ വിമാനത്തിന് വഹിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആണ് അതിൻ്റെ ഒരു ഘടന രൂപീകരിച്ചത്. അതായത് നമ്മൾ ഒരാൾ നിന്നാൽ ഒരാൾ പൊക്കം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരം കൂടിയത് ഒരു പക്ഷേ 6 അടിക്ക് മുകളിലായിരിക്കാം. അത്രത്തോളം ഒരു 5 പേർ ചേർന്ന് നിന്നാൽ മാത്രം ഇതിൻ്റെ ഒരു ഉയരം കണക്കാക്കാൻ പറ്റും. അത്ര 5 പേർ പൊക്കമുള്ള അത്രയും ഉയരം ഈ ഒരു ബോംബിനുണ്ട് എന്നുള്ളതാണ്. 20 feet 5 inches 6.2 meter നീളം ഇത്തരത്തിൽ ഇതിനുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്, ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. അതായത് ഈ B-2 ബോംബർ വിമാനത്തിൽ ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് അത് GPS ഉപയോഗിച്ചുകൊണ്ട് ഏതാണോ സ്ഥാനം അവിടേക്ക് അത് വർഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അതിൻ്റെ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ എത്രത്തോളം വലിയ നാശം അത് സംഭവിക്കുന്നു നമുക്കിത് ഈ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിലൂടെ വ്യക്തമാകും. അതായത് ഇതാണൊരു ഭൂമിയുടെ ഉപരിതലമായി നമുക്ക് കണക്കാക്കാം. അതിന് മുകളിലൊരു കെട്ടിടം, ഇവിടെ നിന്ന് ഈ ബോംബ് ഇവിടെ പതിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം 60 മീറ്ററോളം താഴേക്ക് പോകുമെന്നുള്ളതാണ്. ഏകദേശം 200 അടി വരെ താഴ്ചയിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് ഇത് വന്ന് പതിക്കുന്ന എവിടെയാണോ അവിടെ നിന്ന് ഇതിൻ്റെ അഗ്രഭാഗം ലേസർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുനയുള്ള ഭാഗം അത് തുരന്ന് ഡ്രിൽ ചെയ്ത് അകത്തേക്ക് പോകും. എവിടെയാണോ ലക്ഷ്യമുള്ളത് ഏകദേശം 60 മീറ്ററോളം താഴേക്ക് എത്തിയതിനു ശേഷം അത് ബ്ലാസ്റ്റ് ചെയ്യുകയും ആ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നശിപ്പിക്കാനും പൂർണ്ണമായി നശിപ്പിക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ GBU-57 തയ്യാറാക്കുകയും ചെയ്ത് ആ ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫോർദോ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആണവ കേന്ദ്രം ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തകർത്തു എന്ന രീതിയിലുള്ളൊരു വാദം അമേരിക്ക നടത്തുകയും ചെയ്തു. നമുക്കറിയാം ഇത്തരത്തിൽ ഫോർദോ ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മലയിടുക്കിലേക്ക് ആൾവാസമില്ലാത്ത ജനവാസ മേഖലയിൽ നിന്ന് കൂടുതൽ ദൂരത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുള്ള ഒരു ആണവ നിലയം കൂടിയാണ് ഈ ഫോർദോ എന്ന് പറയുന്നത്. ഇടുക്കുകൾക്ക് നടുവിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഏകദേശം 90 മീറ്ററോളം താഴ്ചയിലാണ് ഈ ഒരു ആണവ കേന്ദ്രം ഉള്ളത് എന്നുള്ളതാണ്. അതായത് അപ്പോൾ എത്രത്തോളം B-2 വിമാനങ്ങൾ ഉപയോഗിച്ചു എന്നുകൂടി കണക്കുകൾ കൂടി വരേണ്ടതായിട്ടുണ്ട്. കാരണം വൈകിട്ട് 5:30 ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പെൻറ്റഗൺ പുറത്തുവിടുമെന്നാണ് ഔദ്യോഗികമായി അമേരിക്ക അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ അമേരിക്കയുടെ കൈവശം B-2 വിമാനങ്ങളുടെ എണ്ണം 20 എണ്ണമാണ്. ഈ 20 എണ്ണത്തിൽ എത്ര പോർ വിമാനങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 60 മീറ്റർ വരെയാണ് GBU-57 പരമാവധി ശേഷി, അതായത് താഴേക്ക് കുഴിച്ചു പോകാൻ കഴിയുന്നത്. 90 മീറ്ററാണ് ഇത്തരത്തിൽ ഫോർദോ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന 90 മീറ്റർ താഴ്ചയിലാണ്. അങ്ങനെയെങ്കിൽ രണ്ട് GBU-57 ബങ്കർ ബ്രസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആണവ നിലയം തകർത്തിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കിയിരിക്കുന്നു. മറ്റ് നിലയങ്ങളുടെ കാര്യം നോക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ താഴ്ചയിലല്ല, വലിയ രീതിയിൽ ഇത്രയും വലിയ ബോംബ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കപ്പെടേണ്ട ഒരു സാഹചര്യം മറ്റ് ഇടങ്ങളിൽ കാണുന്നത്. നദാൻസ് ആകട്ടെ മറ്റിടങ്ങളിലാകട്ടെ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നേരത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അത് ഭാഗികമായി തകർന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും ഫോർദോ അത് തകർക്കപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. അതാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്.